സെൻറ്റ് പാൻക്രസ് ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഈ പാർക്ക് ഞാൻ സന്ദർശിച്ചത്. സെൻറ്റ് പാൻക്രസ് ഗാർഡൻ ലണ്ടൻ ബ്യൂറോയുടെ കീഴിലുള്ളതാണ്. ചെറിയൊരു പാർക്ക് ആണെങ്കിലും ഇവിടുത്തെ ഈ മരങ്ങളെല്ലാം വളരെ ഉയർന്ന വലിപ്പമുള്ള മരങ്ങളും അതിലെ പച്ചപ്പും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുറ്റിനും ഒന്ന് നോക്കിയാൽ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന ഈ വഴിയിലൂടെ ഒന്ന് മുന്നോട്ട് നടക്കാൻ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഒരു പള്ളി ആണെന്ന് തോന്നുന്നു, പഴയ കാലത്തുള്ള ഒരു പള്ളി. പക്ഷേ ഇത് വളരെ ഇത്രയും ചെറിയൊരു പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് നോക്കട്ടെ. പലയിടത്തായിട്ടും ഈ ഇവിടെയുള്ള ഇട്ടേക്കുന്ന കസരകളിൽ ആളുകളിരുന്ന് ഈ ഇന്നത്തെ വെയിൽ ആസ്വദിക്കുന്നുണ്ട് നല്ലോണം. പള്ളിയിൽ കുറച്ച് ടൂറിസ്റ്റും ഗൈഡുമൊക്കെ നിൽക്കുന്നത് കാണാം. പള്ളിക്ക് സൈഡിൽ കൂടെ ഉള്ള ഈ പൂന്തോട്ടത്തിൻ്റെ ഈ ഗാർഡൻ്റെ ഒരു വ്യൂ ആണിത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിൽ ഗൈഡുകൾ കൊണ്ടുവന്ന് ഈ പള്ളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആളുകളെടുത്ത് ടൂറിസ്റ്റുകളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയാൽ ഇതാണ് പള്ളിയുടെ പേര്, സെൻറ്റ് പാൻക്രസ് ഓൾഡ് ചർച്ച്. അപ്പോൾ ഈ ടൈപ്പ് ഗേറ്റുകളൊക്കെ കണ്ടില്ലേ, ഈ ടൈപ്പ് ഗേറ്റുകളൊക്കെ വിക്ടോറിയൻ കാലത്ത്, രാജഭരണകാലത്ത് 150 വർഷം മുമ്പ് പണിതതാണ്. ഇതിൻ്റെ ഈ ചർച്ചിൻ്റെ സൈഡിലോട്ട് വേറൊരു വഴിയുണ്ട്. ധാരാളം വഴികൾ ഈ ചർച്ചിൽ ഈ ഗാർഡന് ചുറ്റാകെ ഉണ്ട്. കല്ലുകൊണ്ട് കെട്ടിയ വളരെ ഭംഗിയുള്ളൊരു ചെറിയൊരു ചർച്ചാണ്. എനിക്ക് തോന്നുന്നത് പഴയ രാജഭരണകാലത്ത് അന്നത്തെ ഓരോ കുടുംബക്കാർക്കും ഓരോ പള്ളികളുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ചെറിയ ശവക്കല്ലറയാണ്. കുട്ടികളെ ഏതോ ആയിരിക്കും അതിനകത്ത് അടക്കം ചെയ്തേക്കുന്നത്. ഇവിടെയുള്ള ഈ മിക്ക പള്ളികളിലും ഇതേപോലുള്ള ശവക്കല്ലറകൾ കാണാം. എന്നായിരുന്നാലും ഇപ്പം മരണപ്പെടുന്ന ആരെയും ഈ സ്ഥലങ്ങളിൽ അടക്കം ചെയ്യാറില്ല. ഇതൊക്കെ 100-150 വർഷം മുമ്പ് അടക്കം ചെയ്ത ആൾക്കാരാണ്. അന്നത്തെ രാജഭരണകാലത്തുണ്ടായിരുന്ന മോഡൽ ശവക്കല്ലറകളാണ് ഇതെല്ലാം. അപ്പോൾ അന്നത്തെ പ്രമാണിമാരായിരിക്കാം, അന്നത്തെ വളരെ ഉയർന്ന നിലയിലുള്ള ആൾക്കാരെയാണ് ഇവിടെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഉള്ള പള്ളികളിലൊക്കെ എന്ന് വെച്ചാൽ വളരെ ആയിരക്കണക്കിന് ആളുകൾ അടക്കം ചെയ്യുന്ന വളരെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള ശ്മശാനങ്ങളാണ് കൂടുതലും. ഇതൊക്കെ ഇപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളികളാണ്. അപ്പോൾ ആളുകൾ വന്ന് ഇവിടെ എല്ലാം സന്ദർശിച്ച് ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ ഈ മരങ്ങൾ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള വലിയ മരങ്ങളാണ്, നല്ല പച്ചപ്പുണ്ട്. ഓക്കെ, ഈ മരത്തിൻ്റെ വലിപ്പം ഒന്ന് നോക്കി. വളരെ ഭീമാകാരമായ ഒരു വൃക്ഷം തന്നെയാണിത്. വളരെ വലിപ്പമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റാകെ തന്നെ താറിട്ട് വളരെ മനോഹരമായ റോഡുകളാണ്, നടപ്പാതകൾ. റോഡെന്ന് വെച്ചാൽ ജസ്റ്റ് കാൽനടയ്ക്കും സൈക്കിളിലൊക്കെ ഇതുവഴി ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും. വാഹനങ്ങളൊന്നും ഇതുവഴി പ്രവേശിക്കത്തില്ല, ജസ്റ്റ് നടപ്പാതകളാണ്. പക്ഷെ ഒരു വളരെ വൃത്തിയും ഭംഗിയോടു കൂടിയാണ് ഈ പൂന്തോട്ടം അവർ ഉണ്ടാക്കിയേക്കുന്നത്. ഈ പാർക്ക് പഴയ കാലത്തെ ആർക്കിടെക്റ്റുകളാണ്, ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റുകളാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള പാർക്കുകൾ. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള വൃക്ഷത്തിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പാർക്ക് എത്ര പഴക്കമുള്ളതാണെന്ന് വിലയിരുത്താൻ കഴിയും, ആ വൃക്ഷങ്ങളുടെ പഴക്കം വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതുവഴി പോയ തൊട്ടപ്പുറത്ത് വേറൊരു റോഡാണ്. ധാരാളം
തിരക്ക് പിടിച്ച നഗരവും അതിന് ചുറ്റുമുള്ള റോഡുകളുമാണ് ഇതിന് ചുറ്റിനും. അപ്പോൾ ഇത് സെൻറ്റ് പാൻക്രാസ് ട്രെയിൻ സ്റ്റേഷനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. ഇതുവഴി ഒന്ന് നടന്നു നോക്കട്ടെ, എന്താണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നൊന്നും അറിയാമല്ലോ. ഇതാണ് ചുറ്റിനും പലയിടത്തായിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരു നീല നിറത്തിലെന്തോ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നിടത്ത് ഈ ഓരോരോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നത്. ഈ നേരെ കാണുമ്പോഴേ, ഈ നടന്നു പോകുമ്പോൾ നേരെ കാണുന്ന നീല നിറത്തിലുള്ള ഒരു എന്തോ സാധനം, അതെന്തുവാണെന്നും അറിയാൻ ജസ്റ്റ് ഒരു ഡിസൈന് വേണ്ടി കൊടുത്തേക്കുന്നതാണോ എന്നറിയില്ല. അതിനി പണ്ട് കാലങ്ങളിൽ പള്ളി ക്രമീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മതചിഹ്നങ്ങളാണോ എന്നും അറിയില്ല. എന്തോ ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ടത്. തൊട്ടപ്പുറത്ത് തന്നെ ഈ കാണുന്നതും ഈ മതത്തിൻ്റെ കുരിശിൻ്റെ ചിഹ്നമുള്ള എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് മതങ്ങൾക്ക് ക്രിസ്തീയ മതം വളരെ വ്യാപകമായി ഇവിടെ ആചരിച്ചിരുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന പൂന്തോട്ടം കാട്ടുചെടിയാണോ അതോ വെച്ച് പിടിപ്പിച്ച ചെടിയാണോ എന്ന് അറിഞ്ഞൂടാ. നിറയെ പൂക്കൾ ഉണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. വെച്ച് പിടിപ്പിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ചെടിച്ചട്ടിയിൽ വലിയൊരു ചെടിച്ചട്ടി, ഇതിൽ തന്നെ ചെടികൾ നട്ടിട്ടുണ്ട്. അതൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ പൊടുന്നതിനെ വളർന്ന് വലുത് നിറയെ ചെടിച്ചട്ടി നിറയെ പൂക്കളായി നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഈ പരിസരമൊക്കെ കൂടെ ഒന്ന് വീക്ഷിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ റോഡിൽ കൂടി ഈ വഴിയെ വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റിക് ഏരിയയാണ് ഇവിടെ എല്ലാം. ലണ്ടൻ നഗരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത്. സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണൽ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് യൂറോ ടണൽ വഴി യൂറോപ്പിലോട്ട് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ അതേ സിസ്റ്റം സെക്യൂരിറ്റി എല്ലാം ഉണ്ട് യൂറോപ്പിലോട്ട് യാത്ര ചെയ്യാൻ ഈ ട്രെയിൻ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്ന മതിലുകളൊക്കെ ഈ വിക്ടോറിയൻ കാലത്ത് പണിത മതിലുകളാണ്. അവിടെ അന്നത്തെ ഡിസൈനുകളാണ് ഈ കാണുന്നത്. കമ്പി കൊണ്ടും ഈ കല്ലുകൊണ്ടും കെട്ടിയ മതിലുകൾ എത്ര ഉയരത്തിൽ. അപ്പോൾ നേരെ കാണുന്നത് തന്നെ നല്ല മനോഹരമായൊരു ബിൽഡിങ്ങാണ്. നേരെ നോക്കിയാൽ കാണുന്നത് അതും വിക്ടോറിയൻ ഡിസൈനാണ്. ആ ബിൽഡിങ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെ ഈ റോഡിൻ്റെ പേര് ക്യാംഡൻ പാൻക്രാസ് റോഡ് എന്നാണ്. സെൻറ്റ് പാൻക്രാസ് റോഡ്. ക്യാംഡൻ ടൗണും തൊട്ടടുത്താണ്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഈ സെൻറ്റ് പാൻക്രാസ് ഹോസ്പിറ്റൽ ഇതിനോട് ഈ മതിലിനകത്താണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസും തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം കാണാൻ കഴിഞ്ഞത്, ധാരാളം പുതിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒരുപാട് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ. അതേപോലെ തന്നെ ധാരാളം ഫ്ലാറ്റുകൾ പണിയുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മോഡേൺ സ്റ്റൈലിലാണ്, മോഡേൺ ഡിസൈനിൽ പണിയുന്ന ഫ്ലാറ്റുകളാണ്. അപ്പോൾ ഈ ഫ്ലാറ്റുകൾ ഇവർ പണിയുമ്പോഴും ഏകദേശം 150 വർഷം ഒരു കേടുകൂടാതെ നിൽക്കുന്ന രീതിയിൽ, ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ഇവർ ഈ ഫ്ലാറ്റുകളെല്ലാം പണിയുന്നത്. ഈ കാണുന്ന ഫ്ലാറ്റുകൾ പണിയുന്നത് ഈ പണിക്കാരെ ഒന്നും നമ്മളിവിടെ കാണത്തില്ല. പണിക്കാർ വലുതായിട്ട് ഇവിടെ ഉള്ളത് കാണത്തില്ല. അപ്പോൾ എന്നിരുന്നാലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഫ്ലാറ്റുകളെല്ലാം ഉയർന്നു പൊങ്ങി പണി തീരുന്നത് കാണാൻ കഴിയും നമുക്ക്. വളരെ വിത്തിൻ 1 ഇയർ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ പണികളെല്ലാം പൂർത്തിയായി തീരും. കൂടുതലും മെഷീനുകൾ ഉപയോഗിച്ചും മോഡേൺ ടെക്നോളജിയും ആയതുകൊണ്ട് ഒരുപാട് പണിക്കാരിങ്ങനെ ഇവിടെ ഉള്ള ലേബേഴ്സ് കാണാൻ കഴിയത്തില്ല നമുക്ക്. അപ്പോൾ ഒരുപാട് ഫ്ലാറ്റുകൾ ഇവിടെ പണിയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഫ്ലാറ്റും പൊങ്ങി വരുന്നത് ഇവരുടെ സെയിം കൺസ്ട്രക്ഷൻ്റെ കീഴിലുള്ളത് തന്നെ. ഈ ക്രെയിനുകളും കാര്യങ്ങളും ഒക്കെ ആയി ഈ ഭൂമി തുരക്കുന്ന ഒരു മെഷീനാണ് കാണുന്നത്. അപ്പോൾ അതും പിന്നെ ക്രെയിനുകളും എല്ലാം വെച്ചുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ലാൻഡ് ക്ലിയർ ചെയ്ത് അവിടെ ബേസ്മെൻറ്റും പില്ലറും ഒക്കെ ഇടുന്ന
പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുവഴി പോയ ഒരു ബ്രിഡ്ജ്, ഈ സെൻറ്റ് പാൻക്രാസ് ട്രെയിൻ സ്റ്റേഷൻ റെയിൽ ലൈനാണ് മേളിൽ കൂടെ ഉള്ളത്. അതിനടിയിൽ കൂടെ ഉള്ളൊരു റോഡാണ്, പാലത്തിനടിയിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. അപ്പോൾ അതിൽ വഴി ഒന്ന് മുന്നോട്ട് പോയി എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു വൈൽഡ് ലൈഫ് പാർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് പാർക്ക്, അപ്പോൾ പക്ഷികളും മൃഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ വഴി ഒന്ന് മുന്നോട്ട് നോക്കി ഇതിൻ്റെ ഈ എൻട്രൻസ് എവിടെയൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി ഈ തൊട്ടപ്പുറത്തുള്ള ഒരു ബ്രിഡ്ജ്, നല്ല മനോഹരമായ ഒരു ബ്രിഡ്ജ് വഴി, അത് ഉയരത്തിലാണ്. അപ്പോൾ ഇതുവഴി ഒന്ന് നടന്ന് ഞാൻ പോവട്ടെ, എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. ഈ വൈൽഡ് ലൈഫിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവഴി ഒന്ന് നടക്കുന്നത്. ഇതൊരു കനാലിന് മുകളിലൂടെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ഈ പാലത്തിൽ നിന്നാൽ നമുക്ക് ആ വൈൽഡ് ലൈഫിൻ്റെ എൻട്രൻസ് കാണാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. ഈ കനാല് നോക്കി, നമ്മുടെ ഈ ഉയരമുള്ള പ്രദേശത്ത് നിന്ന് കൂടെ ഒരു താഴോട്ട് ഒരു പുഴ ഒഴുകിയാൽ അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ എങ്ങനെ പുഴയെ തടഞ്ഞു നിർത്തി അവിടെ ഒരു ബണ്ടുണ്ടാക്കി അതിൽ നിന്ന് വെള്ളം കുറേശ്ശെ താഴോട്ട് ഒഴുക്കി അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ്. നോക്കി, അപ്പോൾ ഈ കാണുന്ന ഇപ്പുറത്ത് നോക്കിയാൽ കാണാൻ കഴിയും ധാരാളം ചെറു ബോട്ടുകൾ ആ സൈഡിൽ കിടക്കുന്നുണ്ടല്ലേ. ഈ ബോട്ടുകളെല്ലാം ആ 2-3 മീറ്റർ ഉയരത്തിലുള്ള കനാൽ വഴി അങ്ങ് മുന്നോട്ട് പോകും. അതിന് അവരുടേതായ ഒരു രീതിയുണ്ട്. നമ്മളെ സൂയിസ് കനാലിൻ്റെ അതേ സിസ്റ്റത്തിലുള്ള വെള്ളം ഉയർത്തിയുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ആ വൈൽഡ് ലൈഫിലോട്ട് പോകാനുള്ള വഴി കണ്ടെത്തി. ഇനി തിരിച്ചു നടക്കുക. ഈ കാണുന്നത് വൈൽഡ് കാട്ട് റോസകളാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള കാട്ട് റോസാ ചെടികൾ കാണാൻ കഴിയും. വള്ളി പോലെ പടർന്ന് ഇങ്ങനെ വഴിയരികിൽ കാണാൻ സാധിക്കും മിക്കപ്പോഴും. ഇത് റോസാ ചെടികളാണ്, പക്ഷേ ഇത് കാട്ട് റോസകളല്ല, അല്ലാതെ ഉള്ളതാണ്. പൂ പിടിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു, അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും തിരിഞ്ഞ് ഞാൻ വീണ്ടും ആ ബിൽഡിങ്ങിലോട്ട് വന്നു. ഇവിടെ ഒരു കഫേ ഉണ്ട്, നല്ല ഭംഗിയുള്ള മോഡേൺ കഫേയാണ്. ഇവിടെ വന്നിരുന്ന ആളുകൾ ചായ കുടിക്കാറുണ്ട്. ഇതുവഴിയാണ് ഇനി വൈൽഡ് ലൈഫ് സെൻറ്ററിലോട്ട് പോകേണ്ടത്. എന്ന് വെച്ചാൽ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ ചെറിയ ഒരു പുറമ്പോക്ക് പ്രദേശവും എങ്ങനെ ഒരു ടൂറിസ്റ്റിക് അട്രാക്ഷനാക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെൻറ് അവർ ചെയ്ത് കാണിക്കുന്ന ഇതിൽ കൂടെ. കാരണം വെച്ചാൽ വെറും ഒഴിഞ്ഞു കിടന്ന ഒരു പ്രദേശം അവിടുത്തെ പക്ഷിമൃഗാദികൾക്ക് താമസിക്കാൻ അനുയോജ്യമായ രീതിയിലും അതേസമയം ഇതിന് ചുറ്റുമെല്ലാം വളരെ ഭയങ്കര തിരക്ക് പിടിച്ച റോഡുകളും ജനവാസ മേഖലയുമാണ്. ഇതുവഴി പോകുമ്പോൾ അതൊക്കെ എല്ലാം മറന്നു നോക്കിയ ഒരു ചെറിയ കാട്ടിക്കൂടി പോകുന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളും പുല്ലുകളും പക്ഷികളുടെ എല്ലാം ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷികളെ ഞാൻ കണ്ടില്ല. വളരെ ചെറിയൊരു, എൻ്റെ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായി വളരെ ചെറിയൊരു പ്രദേശമാണ്. എന്നിരുന്നാലും ഒരു പക്ഷികൾക്ക് വന്നിരിക്കാനും അവയുടെ കൂട് കെട്ടാനും പറ്റിയ അനുയോജ്യമായ രീതിയിലുള്ളതാണ്. കനാലിൽ കിടക്കുന്ന ബോട്ടുകൾ കണ്ടോ. അപ്പോൾ ഈ ബോട്ടുകളിൽ സ്ഥിരം താമസക്കാരാണ് അവിടെ. ആ ബോട്ടുകളിൽ തന്നെയാണ് അവരുടെ വീടുമെല്ലാം. അങ്ങനെയുള്ള ബോട്ടുകളാണത്. അപ്പോൾ ഇവിടെ കുറേ കൊച്ചു കുട്ടികളും ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ ഈ വെള്ളത്തിന് ചുറ്റും വരുന്ന എന്തൊക്കെ കുഞ്ഞു മീനുകളൊക്കെ കാണാൻ സാധിച്ചു എനിക്ക്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച വലിയ വലിയ മീനുകളെയൊക്കെയാണ്, പക്ഷേ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷിയെ പോലും എനിക്ക് വലുതായിട്ട് കാണാൻ, അപൂർവ ഇനം പക്ഷികളെയൊന്നും കാണാനോ വൈൽഡ് ലൈഫിനെ ഒന്നും കാണാൻ ഇതുവരെ സാധിച്ചില്ല. ആളുകൾക്കിരുന്ന് ഇപ്പം ഞാൻ തിരക്ക് പിടിച്ച ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വളരെ ആശ്വാസമാണ് ഇങ്ങനെയുള്ള ചെറിയ ഈ പ്രദേശങ്ങൾ വന്നിരുന്ന് സമാധാനത്തോടെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത്.
ഒരു പ്രത്യേക ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് കാട്ടിനകത്തൂടെ ഉള്ളൊരു പാത പോലെ നല്ല ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷികളുടെയെല്ലാം ശബ്ദങ്ങൾ ധാരാളം കേൾക്കാമെങ്കിലും ഒരു പക്ഷിയെയും വലുതായിട്ട് കണ്ടില്ല, മൃഗങ്ങളെയൊന്നും കണ്ടില്ല. സാധാരണഗതിയിൽ ഈ നമ്മുടെ ഈ ഇംഗ്ലണ്ടിൽ ഏത് പറമ്പിൽ നോക്കിയാലും മുയലുകൾ, കാട്ടുമുയലുകൾ, കുറുക്കൻ, ഇവയെല്ലാം ധാരാളം കാണാം. അണ്ണാൻ കുഞ്ഞുങ്ങൾ, ധാരാളം പക്ഷികൾ, താറാവുകൾ, ഇവയെല്ലാം എവിടെ നോക്കിയാലും കാണാം. പക്ഷേ ഇതിനകത്തോട്ട് വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും ഇത് വഴിയൊന്ന് മുന്നോട്ട് നടന്നു നോക്കട്ടെ, എന്താണ് അവിടെ കാണുന്നതെന്നറിയാൻ. കനാലാണെന്നറിയാം, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ. പ്രത്യേകിച്ച് ഒന്നും ദൂരെ കാഴ്ചയിൽ എനിക്ക് വരുന്നില്ല. കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് ഈ കനാലിൻ്റെ സൈഡിലുള്ള ഈ ഇരിപ്പിടം അവർ ക്രമീകരിച്ചേക്കുന്നത്. കുറച്ച് ബോട്ടുകൾ ഇവിടെ ഉണ്ട്, അതിനപ്പുറത്തും കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. എന്നതല്ലാതെ പ്രത്യേകിച്ച് പക്ഷി മൃഗാദികളെയൊന്നും വലുതായിട്ട് കണ്ടില്ല. താറാവ് 2-3 വെള്ളത്തിൽ കിടപ്പുണ്ടെന്നല്ലാതെ ഒന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് നടക്കാം. പ്രദേശമൊന്ന് ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് നടന്നു പോവുക, അല്ലാതെ ഇനിയിപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇവിടുത്തെ വൈൽഡ് ലൈഫ്. ഇത് ഈ പ്രത്യേകിച്ച് ആ പക്ഷിമൃഗാദികൾക്ക് അവരുടെ കൂട് കെട്ടാൻ വേണ്ടി ഒരു സംവിധാനം അവർ ഒരുക്കി കൊടുത്തേക്കുന്നതാണ് ഇവിടെ. അതാണ് എൻ്റെ പ്രത്യേകത.